ഇപ്പൊ ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ മിസ്സേ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന റീറ്റെയിനിങ് വോളിനെ കുറിച്ചായിരുന്നു. റീറ്റെയിനിങ് വോൾ ജസ്റ്റ് ഓടിച്ചു പറയാം. റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് എന്തിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സോയിൽ അല്ല, ഏതെങ്കിലും മെറ്റീരിയലിന് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് retaining walls are those structures which are constructed to retain soil or any such material which are unable to stand vertically by themselves. സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ തള്ളി പോരും എന്നുള്ള സ്ഥലത്ത് വരുന്ന അതിനെ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ റീറ്റെയിനിങ് വാൾ കൊടുക്കാറ്. ആൻഡ് they are vertical അല്ലെങ്കിൽ near vertical structures ആയിരിക്കും. And they are mainly designed to retain material on one side, preventing it from slipping or preventing corrosion. And the main principal characteristics of a retaining wall is being able to withstand the pressure exerted by the retained material, which is usually soil. ഒരു retaining wallന്റെ main principal characteristics എന്ന് പറയുന്നത് I should withstand the pressure exerted by the retaining material. എപ്പോഴും retaining wall നമ്മൾ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സോയിലിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും. സോ സോയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം retaining wallന്റെ മെയിൻ പ്രിൻസിപ്പൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. And the most important consideration in proper design and installation of a retaining wall is to recognize and counteract the tendency of retained material to move downslope due to gravity. നമ്മൾ ഡിസൈനിന്റെ കേസിൽ വരുമ്പോൾ ഡിസൈനിൽ കൺസിഡർ ചെയ്യേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റീറ്റെയിനിങ് വോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണോ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആ റീറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലിന്റെ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഡൗൺ സ്ലോപ്പ് അല്ലെങ്കിൽ തള്ളി പോരാനുള്ള കാര്യം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ മെയിൻ ആയിട്ട് അവിടെ വരുന്ന ഫോഴ്സ് എല്ലാം ലാറ്ററൽ എർത്ത് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ആ ലാറ്ററൽ എർത്ത് പ്രഷർ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ അത് മെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ, ദെൻ കോഹസീവ് സ്ട്രെങ്ത് ഓഫ് ദ റീറ്റെയിൻഡ് മെറ്റീരിയൽ ആൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ റീറ്റെയിനിങ് സ്ട്രക്ചർ അണ്ടർഗോസ്. ഈ മൂന്ന് കാര്യങ്ങളെയാണ് ആ ലാറ്ററൽ എർത്ത് പ്രഷർ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ, കോഹസീവ് സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ സി ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ആൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് റീറ്റെയിനിങ് സ്ട്രക്ചർ അണ്ടർഗോസ്. ദെൻ റീറ്റെയിനിങ് വോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റീറ്റെയിനിങ് വോളിന്റെ ഷേപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു എന്താ പറയാ ടേപ്പഡ് ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും. അതായത് മേലിൽ വിഡ്ത്ത് കുറവായിരിക്കും, താഴത്തേക്ക് വരുമ്പോൾ വിഡ്ത്ത് കൂടി വരും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ വോളിൽ 0 ആയിരിക്കും. ഹോമോജീനിയസ് ഗ്രൗണ്ട് ആണെങ്കിൽ കേട്ടോ, ടോപ്പ് ഓഫ് ദ വോളിൽ 0 ആയിരിക്കും. താഴത്തേക്ക് വരുന്തോറും അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ അവിടെ വരുന്ന എർത്ത് പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്കിലേക്ക് ആ റീറ്റെയിനിങ് വോളിന്റെ ബാക്കിലുള്ള എർത്ത് പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ വോളിനെ ഫോർവേഡ് പുഷ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓവർടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കളയാൻ പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ എർത്ത് പ്രഷറിനോടൊപ്പം തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും വോളിലേക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഏതൊക്കെ ഫോഴ്സ് ആണ് വരുന്നത് നോക്കിയിട്ട് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യണം. നമ്മുടെ അസംഷൻ ആണ് അത് ആക്ട് ചെയ്യണത് എന്ന് പറയുന്നത് താഴത്തെ ഡെപ്ത് ലോവസ്റ്റ് ഡെപ്തിൽ നിന്ന് 1/3 ഡിസ്റ്റൻസിലായിരിക്കും ഈ ടോട്ടൽ എർത്ത് പ്രഷർ ആക്ട് ചെയ്യണമെന്നാണ് കൺസിഡർ ചെയ്യുക. ടോട്ടൽ പ്രഷർ ഓർ ത്രസ്റ്റ് മേ ബി അസ്യൂം ടു ആക്ട് at 1/3 from the lowest depth for lengthwise stretches of uniform height. Then വരുന്നതാണ് classification of retaining wall. ക്ലാസിഫിക്കേഷൻ ഓഫ് ദ റീറ്റെയിനിങ് വോൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഷേപ്പിലാണ്. അതുപോലെ തന്നെ പ്രശ്നം നമുക്ക് മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ് റീറ്റെയിനിങ് വോൾ ഉള്ളത്. ഗ്രാവിറ്റി വോൾ, then cantilever retaining wall and counterfort retaining wall. ഗ്രാവിറ്റി വോൾ എന്ന് പറയുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ പ്രഷറിനെ അവർ റെസിസ്റ്റ് ചെയ്യുക. ഗ്രാവിറ്റി വോൾ നമുക്ക് മേസൺട്രി ആയിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ കോൺക്രീറ്റ് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റോണോ കോൺക്രീറ്റോ ഏത് ഹെവി മെറ്റീരിയൽ ആണോ ഗ്രാവിറ്റി വോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണേ അതിന്റെ മാസ് ആയിരിക്കും ആ പ്രഷറിനെ അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന പ്രഷറിനെ അത് വിസ്റ്റാൻഡ് ചെയ്യുന്നത്. കാന്റിലിവർ റീറ്റെയിനിങ് വോൾ ആണെങ്കിൽ നമ്മൾ RCC വെച്ചിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അതിന്റെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന കാന്റിലിവർ റീറ്റെയിനിങ് വോളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് T അല്ലെങ്കിൽ LS ഷേപ്പ് ആയിരിക്കും. ദെൻ കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോൾ, അതും RCC വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കാന്റിലിവർ കാന്റിലിവർ റീറ്റെയിനിങ് വോളിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ, ഒരു കൗണ്ടർഫോർട്ട് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനും കൂടെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും കൂടെ കൺസ്ട്രക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ കൗണ്ടർഫോർട്ട് റീറ്റെയിനിങ് വോൾ എന്ന് പറയുന്നത്.
And counterfort wall are cantilever wall strengthened within the counterfort monolithic from the back of the wall slab and base slab. ഇനി counterfort എന്തിനാ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ it will act as a tension stiffener and connect the wall slab and the base to reduce the bending and shearing stress. The use of counterfort ആണ് പറയുന്നത്. Counterfort act as a tension stiffener and connect the wall slab and base to reduce the bearing and shearing stress. So ഇതാണ് ഒരു counterfort retaining wall എന്ന് പറയുന്നത്. ഈ എന്താ പറയാ കാന്റിലിവറിന്റെ പാർട്സ് ആണ്. ഇതാണ് നമ്മൾ സ്റ്റെം എന്ന് പറയുന്നത്. അതായത് ഈ റെക്ടാംഗിൾ ഷേപ്പിൽ വരുന്ന സാധനത്തിനാണ് നമ്മൾ ഈ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റെം, അതായത് ഈ ഇങ്ങനെ ഇരിക്കുന്നതിനാണ് നമ്മൾ സ്റ്റെം എന്ന് പറയാം. ഈ താഴത്തെ സ്ലാബിനെയാണ് നമ്മൾ ടോ സ്ലാബ് എന്ന് പറയാം. ബാക്കിൽ വരുന്ന സ്ലാബിനെയാണ് നമ്മൾ ഹീൽ സ്ലാബ് എന്ന് പറയാം. ഹീൽ സ്ലാബ് എന്ന് പറയുന്നത്. ബാക്കി ടൈപ്പ് ഓഫ് റീറ്റൈനിങ് വോൾ ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്ന ഗ്രാവിറ്റി റീറ്റൈനിങ് വോൾ ആണ്. ദെൻ ടി ഷേപ്ഡ് റീറ്റൈനിങ് വോൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ എൽ ഷേപ്ഡ് റീറ്റൈനിങ് വോൾ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ കൗണ്ടർ ഫോർട്ട് റീറ്റൈനിങ് വോൾ, ബട്രസ് റീറ്റൈനിങ് വോൾ, ഇത്രയാണ് കാണിച്ചിരിക്കുന്നത്. ഫിഗർ ആണ് റീറ്റൈനിങ് വോളിന്റെ കേട്ടോ. ഇനി നമുക്ക് ഡിസൈൻ പർപ്പസിലേക്ക് വരുന്ന റീറ്റൈനിങ് വോളും ഫൗണ്ടേഷൻ ഫൂട്ടിങ് അങ്ങനെയുള്ളതെല്ലാം കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ജിയോ ടെക്നിക്കലിൽ ആണ് കൂടുതൽ പഠിക്കുക എന്നുള്ളത്. നമുക്ക് ഡിസൈനിൽ വരുന്നേക്കുന്ന കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ PSC ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ബിക്കം അൺഎക്കണോമിക്കൽ ഇഫ് ഹൈറ്റ് ഓഫ് റീറ്റൈനിങ് വോൾ ഗോസ് ബിയോണ്ട് 8 മീറ്റർ. അതായത് നമ്മൾ റീറ്റൈനിങ് വോളിന്റെ ഹൈറ്റ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 8 മീറ്റർ വരെയാണ് നമ്മൾ ഒരു റീറ്റൈനിങ് വോൾ കൊടുക്കുന്നത്. അതിന് മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അൺഎക്കണോമിക്കൽ ആയിരിക്കും. ദെൻ സ്റ്റെം, ഹീൽ ആൻഡ് ടോ സ്ലാബ് എല്ലാം ബെൻഡ് ലൈക്ക് കാന്റിലിവർ. കാന്റിലിവർ എങ്ങനെയാണോ ബെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് അതായത് ഏത് രീതിയിലാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ റീറ്റൈനിങ് വോളിലെ സ്റ്റെമ്മും ഹീലും ടോ സ്ലാബും എല്ലാം ബെൻഡ് ചെയ്യാം. ദെൻ thickness of any slab should not be less than 150 mm. നമ്മുടെ സ്ലാബിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഹീൽ സ്ലാബിന്റെ ടോ സ്ലാബിന്റെ ഒക്കെ തിക്നെസ് ഏത് സ്ലാബ് ആണെങ്കിലും അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 150 mm കുറയാൻ പാടില്ല. മിനിമം തിക്നെസ് ഓഫ് സ്ലാബ് should not be less than 150 mm. Stem is generally tapered with the maximum thickness at bottom. ഞാൻ ഇപ്പൊ കാണിച്ചു തന്നില്ലേ, മേലിലേക്ക് നിൽക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ആ വെർട്ടിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റെം എന്ന് പറയാം. അപ്പൊ സ്റ്റെം എപ്പോഴും മേലില് ചെറിയ വിഡ്ത്തും താഴത്തേക്ക് വരുന്നവരും അതിന് എന്തായിരിക്കും thickness കൂടുതലായിരിക്കും. സോ മാക്സിമം thickness of stem will be at bottom. And main reinforcement of stem is provided on the back face. Back ഫേസിലായിരിക്കും നമ്മൾ എപ്പോഴും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതായത് സ്റ്റെമിന്റെ ബാക്ക് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റെമിന് 2 ഫേസ് ഉണ്ട്. അതായത് സ്റ്റെമിന്റെ ബാക്ക് ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതുപോലെ സ്റ്റെമിന് ഫ്രണ്ട് ഫേസ് ഉണ്ട്. അതായത് ബാക്ക് ഫില്ല് വരുന്ന ആ ഭാഗത്തിനാണ് അവിടെ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ സ്റ്റെമ്മിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നതെല്ലാം ഓരോ തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത് പ്രൊവൈഡ് ഓൺ ദ ബാക്ക് ഫേസ് ഓഫ് ദ സ്റ്റെമ്മിന്റെ ബാക്ക് ഫേസിലാണ് അല്ലെങ്കിൽ റീറ്റൈനിങ് വോളിന്റെ ബാക്ക് ഫേസിലാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഹീലിന്റെയും ടോ സ്ലാബിന്റെയും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹീലിന്റേത് നമ്മൾ ടോപ്പിലും ടോ സ്ലാബിന്റേത് നമ്മൾ ബോട്ടത്തിലും ആയിരിക്കും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റെം is provided on the back face of the retaining wall. Main reinforcement of heel is provided on the top side and toe slab is provided at the bottom respectively. നോക്കട്ടോ, ചോദിക്കാറുള്ള മാറി ചോദിക്കുന്നതാണ്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റെമ്മിന്റെ ബാക്ക് ഫേസില്, ഹീലിന്റെ ടോപ്പില്, ടോ സ്ലാബിന്റെ ബോട്ടത്തില്. Then critical section for heel and top slab are back and front of the stem respectively. Critical section for heel എന്ന് പറയുന്നത് back of the stem ആണ്. Critical section for toe slab എന്ന് പറയുന്നത് front of the stem ആയിരിക്കും. Then critical section for bending stress എടുക്കുകയാണെങ്കിൽ is at the junction of base slab and stem. Base slabന്റെ സ്റ്റെമ്മിന്റെയും ആ ജംഗ്ഷനിലായിരിക്കും ബെൻഡിങ് സ്ട്രെസ്സിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം. And in a cantilever retaining wall, the maximum bending moment in the stem will be at the base. ബേസിലായിരിക്കും ഒരു cantilever retaining wall എടുക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നതെന്ന് പറയുന്നത് സ്റ്റെം ബേസിലായിരിക്കും. ഇതെല്ലാം ഓരോ തവണ ചോദിച്ചേക്കുന്നതാണ്. എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Then active earth pressure produce disturbing force and disturbing moment for sliding and overturning. അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് അവിടെ നമുക്ക് അവിടെ അല്ലെങ്കിൽ ആ റിട്ടേണിംഗ് വോളിനെ എതിരെ വരുന്ന ഫോഴ്സ് ആൻഡ് ഓൾസോ മൊമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ദ റിസ്റ്റോറിംഗ് മൊമെന്റ് ഇവിടെ വരുന്ന റിസ്റ്റോറിംഗ് മൊമെന്റ് is obtained by self weight of retaining wall and soil above
ഹീൽസ് ലാ റിസ്റ്റോറിംഗ് മൊമെന്റ്, അതായത് ഇവിടെ വരുന്ന ആക്റ്റീവ് എർത്ത് പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റർബിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബിംഗ് മൊമെന്റിനെ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി അവിടെ വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ സെൽഫ് വെയിറ്റ് ഓഫ് റിട്ടേണിംഗ് വോൾ ആൻഡ് ദ സോയിൽ എബോവ് ഹീൽസ് ലാ. Then restoring force for sliding is obtained from friction between base slab and soil below. റിസ്റ്റോറിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് എഫക്ട് ചെയ്യണം അല്ലെ. അപ്പൊ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഓഫ് സ്ലൈഡിംഗ് എന്ന് സ്ലൈഡ് ചെയ്ത് പോകുന്നതിനെതിരെ നമുക്ക് എന്താണ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബേസ് സ്ലാബ് ആൻഡ് സോയിൽ ബിലോ ഇട്ട് വെച്ചിട്ട് അവർ തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് അത് തെന്നി പോവാതിരിക്കാൻ നോക്കുന്നത്. അതുപോലെ തന്നെ റിസ്റ്റോറിംഗ് മൊമെന്റ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിറ്റൈനിങ് വോളിന്റെ അതുപോലെ തന്നെ ആ ഹീൽ സ്ലാബിന്റെ മേലെയുള്ള സോയിലിന്റെ സെൽഫ് വെയിറ്റ് മൂലമായിരിക്കും. ആൻഡ് ഇഫ് ദ വോൾ ഇസ് നോട്ട് സേഫ് അഗൈൻസ്റ്റ് സ്ലൈഡിംഗ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു റീസ്റ്റോറിംഗ് ഫോഴ്സ് കിട്ടുന്നത് എങ്ങനെയാണ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബേസ് സ്ലാബ് ആൻഡ് സോയിൽ ബിലോ ഇറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് ആണ് അവിടെ വരുന്നതെങ്കിൽ ദ വോൾ വിൽ നോട്ട് ബി സേഫ് അഗൈൻസ്റ്റ് സ്ലൈഡിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ദർ ഷുഡ് ബി ഷിയർ കേ ഈസ് ടു ബി പ്രൊവൈഡഡ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് എയ്തർ ബിലോ ദ സ്റ്റെം ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഹിൽസ്. ഷിയർ കേ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് എയ്തർ ബിലോ ദ സ്റ്റെം ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഹിൽ. And it should not be provided at the end of toe. അത് നോക്കുക, ഷിയർ കീ നമ്മൾ ഒരിക്കലും ടോയുടെ എൻഡിൽ കൊടുക്കില്ല. ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ബിലോ ദ സ്റ്റെം ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഹീൽ. And if shear key is provided, then it should be designed taking the effect of passive earth pressure. നമ്മളിപ്പോൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട പ്രഷർ എന്ന് പറയുന്നത് എഫക്ട് ഓഫ് പാസീവ് പ്രഷർ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ എപ്പോഴാണ് ഷിയർ കീ പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമ്മുടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഫോർ സ്ലൈഡിംഗ് എപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് നേക്കാൾ കൂടുതൽ അവിടെ ഫോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വോൾ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളാണ് ആ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഷിയർ കീ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നോക്കുക. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് എയ്തർ ബിലോ ദ സ്റ്റെം ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഹിൽ. സ്റ്റെമ്മിന്റെ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ താഴെ അല്ലെങ്കിൽ ഹീലിന്റെ എൻഡിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഷുഡ് നോട്ട് ബി പ്രൊവൈഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടോ. If the shear key is provided, then it should be designed taking the effect of passive pressure. Then restoring force and restoring momentum calculate ചെയ്യുമ്പോൾ നമ്മൾ ഡെഡ് ലോഡിന്റെ 90% മാത്രം കൺസിഡർ ചെയ്താൽ മതി. Then factor of safety എടുക്കുമ്പോൾ factor of safety against overturning and sliding should not be less than 1.4. For most economical design, resultant of pressure from soil should pass through the front face of the stem. നമുക്ക് ആ സോയിലിൽ നിന്ന് വരുന്ന പ്രഷർ എവിടെ കൂടിയാ പോണെന്ന് അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും എക്കണോമിക്കൽ ഡിസൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും എടുക്കുന്നത് റിസൾട്ടന്റ് പ്രഷർ പാസ് ചെയ്യുന്നത് സ്റ്റെമ്മിന്റെ ഫ്രണ്ട് ഫേസിൽ കൂടെയാണ് പാസ് ചെയ്യാന്നുള്ള അസംഷനാണ് നമ്മൾ എടുക്കുന്നത്. ഫോർ എക്കണോമിക്കൽ ഡിസൈൻ, resultant of pressure from soil should pass through front face stem. ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻ എല്ലാം നോക്കി. Resultant of active earth pressure and load should pass through middle third of the base slab dimension for no lifting condition. രണ്ട് കാര്യം pressure from soil എന്ന് പറയുന്നത് it should pass through the front face of the stem. സ്റ്റെമ്മിന്റെ ഫ്രണ്ട് ഫേസ് കൂടെ പോവുക. ഇനി റിസൾട്ടന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ, ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെയും ഡെഡ് ലോഡിന്റെയും കൂടെ ഉള്ള റിസൾട്ട്, അവർ തമ്മിലുള്ള റിസൾട്ടന്റ് ഷുഡ് പാസ് ത്രൂ ഇൻ ജനറൽ ലെങ്ത് ഓഫ് ബേസ് സ്ലാബ് ഈസ്. സാധാരണ ഇൻ ജനറൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് 6.8 times the height of retaining. പോയോ കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മിസ്സേ.
So then comes the height of retained air. And preliminary design, stem can be placed at 1/3 of length of base slab. Stem in the എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിലിമിനറി ഡിസൈനിൽ നമ്മൾ എടുക്കുന്നത് സ്റ്റെം ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് 1/3 ഓഫ് ദ ലെങ്ത് ഓഫ് ബേസ് സ്ലാബ്. ആൻഡ് ആഫ്റ്റർ എവറി 30 meter എ ജോയിന്റ് ഇസ് പ്രൊവൈഡഡ് ടു ടേക്ക് കെയർ ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റീറ്റെയിനിങ് വാൾ. ഇത് കഴിഞ്ഞ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മൾ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ജോയിന്റ് കൊടുക്കണമെന്നുള്ളത്. 30 meter ഇന്റർവെലിനാണ് നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കൗണ്ടർ ഫോർ റീറ്റെയിനിങ് വോളിന് തന്നെ കുറച്ച് വരുന്ന പോയിന്റുകളാണ്. ഇറ്റ് ഇസ് പ്രൊവൈഡഡ് ഇഫ് ദ ഹൈറ്റ് ഓഫ് റീറ്റെയിൻ എർത്ത് ഗോസ് ബിയോണ്ട് 6 to 8 meter. 6 to 8 meter വരെയുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കൗണ്ടർ ഫോർ റീറ്റെയിനിങ് വോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാൻലിവർ ആക്ഷൻ ഓഫ് സ്റ്റെം ആൻഡ് ഹീൽ സ്ലാബ് ഓഫ് കാൻലിവർ റീറ്റെയിനിങ് വോൾ ഇസ് കൺവേർട്ടഡ് ഇൻ ടു കണ്ടിന്യൂസ് സ്ലാബ്. ജസ്റ്റ് നോക്കുക, ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ കൗണ്ടർ ഫോർ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ കൗണ്ടർ ഫോർ ലൈസ് ബിറ്റ്വീൻ h/3 to h/2. ആ കൗണ്ടർ ഫോർട്ടുകൾ തമ്മിലുള്ള സ്പേസിംഗ് ലൈസ് ബിറ്റ്വീൻ h/3 to h/2. And counterfort is designed as T-beam and main reinforcement is provided on inclined face. Retaining wall എപ്പോഴും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാത്തിനെയും നോക്കാം കേട്ടോ. അപ്പൊ കൗണ്ടർഫോർട്ട് എപ്പോഴും നമ്മൾ T-beam ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ഫേസിലായിരിക്കും. And normally counterfort in a retaining wall are placed at an interval of 2 to 3 meter. ആ കൗണ്ടർഫോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്പേസിംഗ് എന്ന് പറയുന്നത് 2 to 3 meter ആയിരിക്കും കൊടുക്കുക. Then bending moment of for stem, maximum equation just ഒന്ന് നോക്കി വെക്കാം. maximum bending moment occurring midway between counterfort എന്ന് പറയുന്നത് PL²/16 ആയിരിക്കും. ഇന്നർ ഫേസ് ഓഫ് counterfortൽ വരുന്ന maximum bending moment എന്ന് പറഞ്ഞാൽ PL²/12 ആയിരിക്കും. where L is the distance between counterfort and P is the intensity of soil. ഇത്രയും കാര്യങ്ങളാണ് റീറ്റെയിനിങ് വോളിൽ വരുന്നത്. അങ്ങനെ ഇതോടുകൂടി RCC കോൺക്രീറ്റിന്റെ തീർന്നു. നമുക്കിനി വരാൻ പോകുന്നത് സ്റ്റീലിന്റെ ആണ്. പെട്ടെന്ന് തന്നെ എടുക്കാം. സ്റ്റീലും ഇന്നൊരു ദിവസം കൊണ്ട് മാക്സിമം തീർക്കാൻ നോക്കാം കേട്ടോ. കോൺക്രീറ്റിനെ കുറിച്ച് നമുക്ക് വരുന്ന ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ ആണ്. ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നുണ്ട്. മിസ് ഒട്ടും ക്ലിയർ ആവുന്നില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. And what is steel? കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ശരിയായോ?
ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശരിയായ connection. സോ നമുക്ക് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് പോകാം. ഫസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ വരാൻ സ്റ്റീലിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റീൽ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലർ ആൻഡ് എഫക്റ്റീവ് ബിൽഡിംഗ് മെറ്റീരിയൽ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് an alloy made by combining iron and other elements, and most common of this being carbon. And steel എന്ന് പറയുന്നത് it is an intermediate stage between wrought iron and cast iron. കാർബൺ കണ്ടന്റ് അനുസരിച്ച് wrought ironന്റെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0.15% ആയിരിക്കും. സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിന്റെ കാർബൺ കണ്ടന്റിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.15% കാസ്റ്റ് അയണിന്റെ കേസിൽ വരുമ്പോൾ കണ്ടന്റ് എന്ന് പറയുന്നത് 2% to 4%. നമുക്ക് സ്റ്റീലിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൈൽഡ് സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.15 to 0.25% വരെ കാർബൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മൈൽഡ് സ്റ്റീൽ എന്ന് പറയും. 0.25 to 0.6% വരെ ആണെങ്കിൽ നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയും. മെയിൻലി നമ്മൾ റെയിൽ വീൽസിനൊക്കെ യൂസ് ചെയ്യുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ ആയിരിക്കും. ആൻഡ് 0.6 to 1.5% വരെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡക്ടിലിറ്റി കുറഞ്ഞായിരിക്കും വരും. ദെൻ മാനുഫാക്ചറിങ് പ്രോസസ് എടുക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഹോട്ട് റോളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോൾഡ് റോളിംഗ് ഉണ്ട്. ഹോട്ട് റോളിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എബോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ആണ് നമ്മളോട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മാനുഫാക്ചർ ബൈ റോളിംഗ് 1250 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. ഹോട്ട് സ്റ്റീലിനെ നമ്മൾ സെമി സോളിഡ് സ്റ്റേറ്റിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ടെടുക്കാണ്. നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാൾ താഴെ ആയിരിക്കും. അവിടെ നമ്മൾ എന്താ ചെയ്യുക, റോളിംഗ് ദ ഷീറ്റ് ഫ്രം ഷീറ്റ് പ്ലേറ്റ് ഓർ ഫ്ലാറ്റ് ഇൻ റോളിംഗ് മെഷീൻസ് ഓർ ബൈ പ്രഷർ ബ്രേക്കിംഗ്. അങ്ങനെയായിരിക്കും നമ്മൾ, അതായത് ഹോട്ട് റോളിംഗ് നമ്മൾ സെമി സോളിഡ്, അതായത് ടെമ്പറേച്ചർ കൊടുത്ത് എന്താ പറയുക സെമി സോളിഡ് സ്റ്റേറ്റിലാക്കി നമ്മൾ അവിടെ നിന്ന് റോൾ ചെയ്തെടുക്കായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റുകളെ റോളിംഗ് മെഷീൻ പ്രഷർ വെച്ചിട്ട് നമ്മൾ എടുക്കുമായിരിക്കും. Main advantages of using steel. Connection boy. കാണാൻ പറ്റുന്നില്ലേ? സ്ലൈഡ് കാണുന്നില്ല മിസ്സേ. advantages of steel structure എന്ന് പറഞ്ഞാൽ
better quality control ആണ്, lighter ആണ്, faster payback, reduced site time, fast track construction ആണ്, large column free space and amenable for alteration for area occupied by structural element and has better ductility and hence superior lateral load അനുഭവിക്കുന്നില്ല. മെയിൻ ആയിട്ട് properties of steel structure. നമുക്ക് സ്റ്റീൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ. സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാ PSCക്കും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ റൂറൽ എഞ്ചിനീയറിന്റെ ലെക്ചർ കോഴ്സിനും ഫിസിക്കൽ ചോദിച്ച മോഡൽസ് ഓഫ് റിജിഡിറ്റി ഓഫ് സ്റ്റീൽ ചോദിച്ചായിരുന്നു. സോ നോക്കിയിട്ട് ഇരിക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ മെയിൻ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് IS 800ന്റെ ക്ലോസ് 2.2.4.1 കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ യൂണിറ്റ് മാസ് ഓഫ് സ്റ്റീൽ റോ 7850 kg/m³ ആണ് യൂണിറ്റ് മാസ് ഓഫ് സ്റ്റീൽ വരിക. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ എല്ലാവർക്കും അറിയായിരിക്കും 2 × 10⁻⁴. മോഡുലസ് ഓഫ് റിജിഡിറ്റി G = നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിൽ എപ്പോഴും വരുന്നത് വാല്യൂസിന് 0.769 മെഗാപാസ്കലിന് പകരം 76 എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് യൂണിറ്റ് എല്ലാവരും നോക്കി വെച്ചേക്കാം കേട്ടോ. മോഡുലസ് ഓഫ് റിജിഡിറ്റി കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി G = 0.769 × 10⁵ N/m². ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫ = 12 × 10⁻⁶/°C. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സ്റ്റീലിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ആണ്. ഈൽഡ് സ്ട്രെസ്, ടെൻസൈൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്, മാക്സിമം പെർസെന്റേജ് ഓഫ് എലോങ്ങേഷൻ, നോ സ്റ്റഫ്നെസ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വരിക. അതിൽ ഈ നോ ടഫ്നെസ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ ടെൻസൈൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെക്ഷനിൽ നിന്നോ എന്തെങ്കിലും ഒരു സ്റ്റീൽ സെക്ഷൻ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ടെൻസൈൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട്, ടെൻസൈൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് IS 1608 വെച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതനുസരിച്ചായിരിക്കും നമ്മൾ എല്ലാ വാല്യൂസും ഈ സ്ട്രെസ് ആയാലും ടെൻസൈൽ സ്ട്രെസ് ആയാലും അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണെങ്കിലും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് IS കോഡ് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈൽഡ് സ്ട്രെസ് ഓരോ കറസ്പോണ്ടിങ് FE 290 ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ FE 450 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ഈൽഡ് സ്ട്രെസ് തന്നിട്ടുണ്ട്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ട്, എലോങ്ങേഷൻ തന്നിട്ടുണ്ട്. ഈ എലോങ്ങേഷനിലെ മാക്സിമം എലോങ്ങേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 23 ആണ്. അപ്പൊ 23% വരെ ആയിരിക്കും. അപ്പൊ ആ ഒരു റൗണ്ടിലാണ് 23 ഒരു തവണ ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുക, 20 to 23 ആയിരിക്കും എലോങ്ങേഷൻ പെർസെന്റേജ് അല്ലെങ്കിൽ ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ കാണുന്നത് FE 410 അല്ലെങ്കിൽ ആ വാല്യൂസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതൊന്ന് മെയിൻ ആയിട്ട് ചോദിച്ചേക്കുന്ന എലോങ്ങേഷൻ പെർസെന്റേജ് ഒരു കോമൺ ആയിട്ട് സ്റ്റീലിന്റെ എലോങ്ങേഷൻ പെർസെന്റേജ് എത്ര വരെ വരാം എന്നാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടേക്കുന്നത്. അത് 20 to 23% അങ്ങാണ്ടായിരുന്നു ഓപ്ഷനിൽ കിടന്ന ആൻസർ എന്ന് തോന്നുന്നു. 23 ആണെങ്കിൽ 23 എന്ന് കൊടുക്കാം. 20 to 23 ആയിരിക്കും സാധാരണ എലോങ്ങേഷൻ പെർസെന്റേജ് എന്ന് പറയുന്നത്. സോ ഇത്
മിസ്സേ കേൾക്കുന്നില്ല. വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ ഇൻ വിച്ച് ക്രാക്ക് ഗ്രോസ് സ്ലോലി such steels are known as non-stuff steels. The amount of energy they absorb is measured by impacting a nose specimen with a heavy pendulum as in isod or Charpy test. അതായത് നമ്മള് മൈക്രോസ്കോപ്പിക് ക്രാക്ക് ഉള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ സോ നോൺ സ്റ്റഫ്നെസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ക്രാപ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതായത് അത്യാവശ്യം പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? പെട്ടെന്ന് സോ അതിന് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്രാക്സ് വളരെ സീൽ എടുക്കുക. അങ്ങനെ സീൽ ചെയ്യാൻ നമ്മൾ നോൺ സ്റ്റഫ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ ഐസോൾ അല്ലെങ്കിൽ ചാർപ്പി ടെസ്റ്റ് യൂസ് ചെയ്യണ പോലെ തന്നെ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ്. എമൗണ്ട് ഓഫ് എനർജി എത്രമാത്രം അബ്സോർബ് ചെയ്യും എന്നുള്ളത് ഇമ്പാക്ടിങ് എ നോച്ച്ഡ് സ്പെസിമെൻ വിത്ത് എ ഹെവി പെൻഡുലം. അതായത് നമ്മൾ സാധാരണ ഐസോഡ് അല്ലെങ്കിൽ ചാർപ്പി ടെസ്റ്റ് യൂസ് ചെയ്യണം. ഐസോഡ് ചാർപ്പി ടെസ്റ്റ് ഓർക്കണ്ടോന്ന് അറിയില്ല. നമ്മളൊരു വലിയൊരു എന്താ പറയാ ഒരു മെഷീൻ പോലെ നമ്മളൊരു കുഞ്ഞു ബി നോച്ച് സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിടുന്ന പോലെ ഒരു വലിയൊരു എന്താ പറയാ പെൻഡുലം പോലെ ഇരിക്കുന്ന ഒരു സാധനം. അങ്ങനെ ഒരു ഐസോഡ് ഒരു ചാർപ്പി ടെസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു നോച്ച് സ്പെസിമെനെ നമ്മൾ ഹെവി പെൻഡുലം വെച്ചിട്ട് ഇമ്പാക്ട് ചെയ്ത് നോക്കും. അപ്പൊ എത്രമാത്രം എനർജി അത് അബ്സോർബ് ചെയ്യും എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മൾ ആ മെറ്റീരിയലിന്റെ എന്താ പറയാ നോച്ച് ടഫ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. സോ ഇതാണ് നോച്ച് ടഫ്നെസ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ടൈപ്പ് ഓഫ് സ്റ്റീൽ സെക്ഷൻ. ഒരു സ്റ്റീലിന്റെ അതിന് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് സ്റ്റീൽ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റോൾ സെക്ഷൻ ആണ് നമ്മൾ ടൈപ്പ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു പേര്. സ്റ്റീലിനെ നമുക്ക് ഏത് ഷേപ്പിലോ അല്ലെങ്കിൽ ഏത് സൈസിലോ നമുക്ക് എന്താ പറയുക നമ്മുടെ സൈറ്റിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെ. അങ്ങനെ നമുക്ക് റോൾ ചെയ്ത് എടുക്കാനും പറ്റത്തില്ല. അത് കാരണം നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്ത് റോൾ ചെയ്തൊക്കെ എടുത്താണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കാന്ന് നമ്മൾ മനു പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സ്റ്റാൻഡേർഡ് ഷേപ്പ് അല്ലെങ്കിൽ അതിന് പർട്ടിക്കുലർ സൈസും ലെങ്ത്തും എല്ലാം വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ പറയുന്ന ആ അവൈലബിൾ ആയിട്ടുള്ള സെക്ഷനെയാണ് നമ്മൾ റെഗുലർ സ്റ്റീൽ സെക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റോൾ സെക്ഷൻ എന്ന് പറയാം. അതല്ലാതെ കോമൺലി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പെഷ്യൽ സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യാത്ത കുറച്ച് സെക്ഷൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ സ്പെഷ്യൽ സെക്ഷൻസ് എന്നും പറയും. സോ ഇനി ഇതിൽ തന്നെ പല ടൈപ്പ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് വേരിയസ് സെക്ഷൻ, എന്ന് പറഞ്ഞാൽ റോൾഡ് സ്റ്റീൽ എന്ന് പറയും. ചാനൽ സെക്ഷൻ ഉണ്ട്, ആംഗിൾ സെക്ഷൻ ഉണ്ട്, ടി സെക്ഷൻ, സ്റ്റീൽ ബാർ, സ്റ്റീൽ ട്യൂബ്, അങ്ങനെ പല സെക്ഷൻസും ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ ഡെസിഗ്നേഷൻ ആയിരിക്കും.
സോ റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ നമ്മൾ റോൾഡ് സ്റ്റീൽ ജോയിസ് അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ബീം എന്ന് പറയുന്നതെല്ലാം റോൾഡ് സ്റ്റീൽ ഐ സെക്ഷൻ തന്നെയായിരിക്കും. ഒരു ഐ സെക്ഷൻ നമുക്ക് എല്ലാ സെക്ഷനും ഐ സെക്ഷൻ ഫിഗർ ആണ് ഈ കാണിച്ചേക്കണേ. ഏതാണ് നമ്മൾ വെബ് എന്ന് പറയുന്നത്, ഈ പോർഷൻ ആണ് നമ്മൾ വെബ് എന്ന് പറയാം, ഈ പോർഷൻ നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയും. ഇപ്പൊ രണ്ട് ഫ്ലാഞ്ച് ഒരു വെബ് വെച്ച് ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ഓഫ് ഓവറോൾ ഡെപ്ത് ആൻഡ് വെയിറ്റ്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ സെക്ഷൻ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്നത്, ഓവറോൾ ഡെപ്ത് ആൻഡ് വെയിറ്റ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ ലെങ്ത് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ ഡെസിഗ്നേഷൻ ഈസ് ബൈ ഓവറോൾ ഡെപ്ത് ആൻഡ് വെയിറ്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ISLB 500 at the rate 735.8 ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് നമ്മൾ സാധാരണ ഒരു ഐ സെക്ഷനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുക. 500 എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ഓഫ് ഐ സെക്ഷൻ ആയിരിക്കും. അതായത് ഐ സെക്ഷൻ ഇപ്പൊ ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 300 ആണ്. സോ ഈ ആ ഡെപ്തിനെയാണ് നമ്മൾ 300 എന്ന് വരും. നമ്പർ 300 then at 735.8 Newton per meter എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റ് ആണ് 735.8 എന്ന് പറയുന്നത്. ISLB എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് ഓഫ് ഐ സെക്ഷൻ ഉണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഹെവി ബീം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ബീം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അപ്പൊ അതിൽ ISLB എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം ആണ്. സോ ഒരു ഡെസിഗ്നേഷൻ, ഒരു ആക്ഷനെ ഡിസൈൻ ചെയ്യാൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 500 at the rate 735 ഫുൾ ഫോം എന്താന്ന് പറയാ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് വെയിറ്റ് ഓഫ് റണ്ണിങ് മീറ്റർ. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഓർമ്മ ചിലപ്പോൾ ISLB 500 735.8 500 എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അല്ലെ 735.8 എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ISLBയുടെ ഫുൾ ഫോം എന്താണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാറുണ്ട്. Sizes varying from 75 mm by 50 mm to 600 mm by 210 mm, and it is